ക്രിസ്റ്റി മെറ്റ്സ് പ്രധാന വേഷത്തിലെത്തിയ ഒരു ചിത്രമായിരുന്നു ബ്രേക്ക് ത്രൂ. മഞ്ഞുപാളികൾക്കുള്ളിൽ വീണ ഒരു 15-കാരൻ മരണത്തെ മുഖാമുഖം കണ്ട അവസരങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. എന്നാൽ ഇത് ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത അനുഭവങ്ങളിലൂടെയാണ് ആ കൗമാരക്കാരൻ കടന്നുപോയത്. ജോൺ സ്മിത്ത് എന്നായിരുന്നു ആ കൗമാരക്കാരൻ്റെ പേര്. മരണത്തിൽ നിന്നും അന്ന് അവനെ രക്ഷപ്പെടുത്തിയ ശക്തിയെക്കുറിച്ച് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുകയും ഈ സമയം ആ കുടുംബത്തെ ആത്മീയമായി ശുശ്രൂഷിച്ച സുവിശേഷ പ്രഘോഷകനായ ജെയ്സൺ നോബിൽ കഴിഞ്ഞ ദിനം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. 2015 ജോൺ സ്മിത്ത് മഞ്ഞുപാളിക്കുള്ളിൽ അകപ്പെട്ടു പോയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ സമയം ഈ കൗമാരക്കാരൻ മരണപ്പെട്ടിരുന്നു. എന്നാൽ സ്മിത്ത് ആശുപത്രിയിൽ മരിച്ചു കിടക്കുമ്പോഴും അവൻ്റെ അമ്മ ജോയ്സ് വിശ്വാസത്തോടെ കർത്താവിനോട് മകൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നായിരുന്നു അമ്മ പ്രാർത്ഥിച്ചതെന്ന് നോബിൾ പറഞ്ഞു. ഈ സമയം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആയിരുന്നു സ്മിത്ത് ജീവിച്ചത്. അത്ഭുതകരമായ പ്രാർത്ഥനയ്ക്ക് ശേഷവും സ്മിത്ത് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നും ഇനി വന്നാൽ തന്നെ കോമയിലായിരിക്കുമെന്നും ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ ആ നിമിഷവും സ്മിത്തിൻ്റെ മാതാവും അവൻ്റെ കുടുംബവും ഞാനും ഒട്ടും തളർന്നില്ല, നോബിൾ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു. സിനിമയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ യഥാർത്ഥ കഥയിലുണ്ടെന്ന് നോബിൾ വ്യക്തമാക്കുന്നു. അന്നൊരു കൂട്ടം സുവിശേഷ പ്രഘോഷകരെ വിവരമറിയിക്കുകയും ഞങ്ങൾക്കൊപ്പം അവരും സ്മിത്തിനായി ശക്തമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, നോബിൾ ഓർത്തെടുത്തു. ആ പ്രാർത്ഥനകൾ വെറുതെയായില്ല. സ്മിത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു, അതും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ. 1 മണിക്കൂറിലധികം മരണപ്പെട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആ യുവാവ് ഇന്ന് വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ പിതാവുമാണ്. മനുഷ്യർ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിനിടപെടാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് വാസ്തവത്തിൽ ഈ സംഭവം. മകൻ മരിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴും അവനെ ഈശോ ലാസറിനെ ഉയർപ്പിച്ച പോലെ ഉയർപ്പിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച സ്മിത്തിൻ്റെ മാതാവിനെയും കുടുംബാംഗങ്ങളെയും വിശ്വാസ ജീവിതത്തിൽ നമുക്കും മാതൃകയാക്കാം.